അങ്ങനെയാണ്. അതിന് പകരം വയ്ക്കാൻ പറ്റാതാകും. ചില അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെ സംഭവിച്ച സിനിമയിലെ ഒരു അത്ഭുതമാണ് കിരീടം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ അഭിനയിച്ച ആൾക്കാരെ പറ്റി പറയുന്നില്ല. കാര്യം അവരാരും നമ്മളെ വിട്ടു പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വേറെ എല്ലാ ദിവസവും അവരെ കാണുന്നില്ല. പക്ഷെ നമ്മൾ അഭിനയിക്കുന്ന ആ ഫ്രെയിമിൽ അവരില്ല. അതിലാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെന്ന് സങ്കടത്തോടെ പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ അവരെ മനസ്സിൽ നോക്കുന്നു. എല്ലാവരെയും ലോകിയിൽ ഒരുപാട് സിനിമകൾ പിന്നെ എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഇങ്ങനെ പറയുമ്പോഴാണ് പല കാര്യങ്ങളും ഞാൻ ഓർക്കുന്നത്. തുമാനത്തുള്ളികളുടെ സെറ്റ് എന്നും ഞാൻ പാർവതിയായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അവിടെയാണ് വന്ന് ഇതിൻ്റെ കഥ പറയുന്നു, അല്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാകും എന്ന് പറയുന്നതൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മറന്നുപോയി എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമാണ്. അപ്പോൾ ഇങ്ങനൊരു സിനിമ നിർമ്മിച്ചതിന് വേണ്ടി ദിനേശ് ഇപ്പം നിങ്ങളെ നന്ദി പറയുന്നു. വിജയകുമാർ, സിബി, അല്ലെങ്കിൽ കുമാർ, പ്രസാദ്, ശ്രീകുട്ടൻ, ഇതിൽ അഭിനയിച്ച എല്ലാവരും വിളിക്കുന്ന എല്ലാവരും, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും ഞാൻ ഈ സമയം ബിഗ് താങ്ക്സ് ടു NFDC. അതാണ് ഏറ്റവും വലിയ താങ്ക്സ് പറയുന്നത്. പലപ്പോഴും നമ്മുടെ സിനിമയുടെ ഒന്നും ഒരു റെസ്റ്റോറേഷൻ ഒന്നും നമുക്കില്ല. ഒരുപാട് സിനിമകൾ നമ്മുടെ സിനിമകൾ നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ പ്രിൻ്റുകളൊന്നുമില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ അതിൻ്റെ ഒരു നന്മ കൊണ്ട് മാത്രമായിരിക്കാം. എനിക്ക് തോന്നുന്നത് നാഷണൽ അവാർഡൊക്കെ കിട്ടിയത് കൊണ്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ആർക്കൈവ്സിലേക്ക് പോയതായിരിക്കും. എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സിനിമയിൽ അടുത്ത വർഷം കഴിഞ്ഞാൽ 50 വർഷമായി. ആദ്യത്തെ സിനിമ കഴിഞ്ഞ് പിന്നെ രണ്ടാമത് മഞ്ഞിൽ പിടിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലേക്ക് എൻ്റെ അവസാന ദിവസമാണ് ഞാൻ പോകുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അങ്ങനെ അവിടെ ചെന്ന് എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു. ഒരു സീൻ തന്നിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. അന്ന് അതിലെ ഡയറക്ടർ ഫാസിലുണ്ട്, പിന്നെ ജിജോയുണ്ട്, സിബി മലയിലുണ്ട്, വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ആ സീനൊക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ സമയത്ത് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പറയാം. അത് കഴിഞ്ഞ് 10ലാണ് മാർക്കിടുന്നത്. 10 അല്ലെങ്കിൽ 100ലാണ് മാർക്കിടുന്നത്. അങ്ങനെ ഓരോരുത്തർ മാർക്കിട്ടു. അന്ന് എനിക്ക് ഏറ്റവും നല്ല മാർക്ക് തന്ന് എന്നെ സഹായിച്ച ആളാണ് സിബി. 2 മാർക്ക്, 100ൽ 2 മാർക്ക് തന്നു. പക്ഷെ അദ്ദേഹം എനിക്ക് ഇക്കാലത്ത് 2 നാഷണൽ അവാർഡ് തന്നു. എൻ്റെ ആദ്യത്തെ നാഷണൽ അവാർഡ് കിരീടത്തിനായിരുന്നു. ഇന്നത്തെ സ്റ്റേറ്റ് അവാർഡ്. അതുപോലെ അടുത്തത് ഭാരതം, അന്നും നാഷണൽ അവാർഡാണ്. അത് കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡാണ്. ശരി, താങ്ക് യു സോ മച്ച്. അത് നമ്മൾ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ സാധിച്ചു. പിന്നെ സിനിമയുടെ പല മാറ്റത്തിലൂടെയൊക്കെ ഓരോരുത്തർ സഞ്ചരിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള പിന്നെ മാറ്റങ്ങൾ സിനിമയിലുണ്ടാകും. അതിനെക്കുറിച്ച് നമുക്ക് പറയുന്നില്ല. അതിലെ ഗാനം ഇത്രയും മനസ്സിൽ കൊള്ളുന്ന ഒരു ഗാനം. പിന്നെ മലയാളത്തിൽ ഒരുപാട് ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന് പറയുന്ന ആ ഗാനം എത്രയോ ആൾക്കാരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു ദിവസമെങ്കിലും ആ പാട്ട് കേൾക്കാതെ ആ ഒരു മലയാളി ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രസാദ്, അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ആ അമ്മയുടെ ഇമോഷൻസ്, ശ്രീകുട്ടൻ, എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. ഒരുപാട് സന്തോഷം. കാര്യം 37 വർഷം കഴിഞ്ഞിട്ട് നമ്മളൊരു സിനിമ വീണ്ടും റിലീസാകുക എന്ന് പറയുന്നതിൻ്റെ സന്തോഷം. പക്ഷേ ഇങ്ങനൊരു സിനിമ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുകയും മനസ്സിൽ